അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ കോഴിക്കോടേക്ക് ബസ് കയറി. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ബസ് ഇറങ്ങി നേരെ മാനാഞ്ചിറ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി നേരെ എത്തിയത് കുറ്റിച്ചിറയിലുള്ള ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. ഒരു ഭാഗത്താണെങ്കിലും മീൻ പൊരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി, ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് പൊറാട്ട അടിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. പിന്നെ പഴംപൊരി തന്നെ തുടങ്ങി. പഴംപൊരി ഒരു പീസ് ഇങ്ങനെ എടുത്ത് അതിലേക്ക് നല്ല ബീഫ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് അങ്ങനെ അടിച്ച് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റിച്ചിറ കറങ്ങി നടന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്ന് കുറച്ച് പേര് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ മിഷ്കാൽ പള്ളിയിൽ പോയി. ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു വെറൈറ്റിക്ക് ട്രെയിൻ കയറാമെന്ന് കരുതി റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറി നേരെ ഫറോക്കിൽ പോയി ഇറങ്ങി. ഫറോക്കിൽ നിന്ന് ബസ് കയറി ചാലിയത്തേക്ക്. അവിടെ ചാലിയ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ചാലിയ ഹാർബറിലെത്തി. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അവിടെ നിന്ന് തിരിച്ച് മാങ്കാവ് വന്ന് മാങ്കാവിൽ നിന്ന് ലുലു മാളിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഷേക്കൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറി നേരെ മാനാഞ്ചിറയ്ക്ക്. മാനാഞ്ചിറ വന്ന് കുറച്ച് പുലിയിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെയാണ് വിവരം കിട്ടുന്നത് വീട്ടുകാർ സഞ്ചരിച്ച വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ അവരെപ്പുറം കൂടി അത് സർവീസ് സെൻറ്ററിൽ എത്തിച്ച് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ കയറി നല്ല ബീഫ് ബിരിയാണി അടിച്ച് ബീഫിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് അതിൽ ഈ അച്ചാറൊക്കെ ഇങ്ങനെ മുക്കി റൈസിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിക്കുമ്പോഴൊരു സുഖം. ഔഫ്.